നമസ്കാരം സർ. നമ്മുടെ രാജ്യത്ത് ഓൺലൈൻ സ്കാമിംഗ് ഭയങ്കരമായിട്ട് എടുക്കുകയാണ്. സാധാരണക്കാരെയാണ് ഒരു പരിധിവരെ അത് വല്ലാതെ ബാധിക്കുന്നത്. എല്ലാവരുടെയും കയ്യിൽ നിന്ന് കാശ് പോകുന്നുണ്ട്, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഒരുപക്ഷെ സാധാരണക്കാർക്ക് അറിയില്ല എന്ത് ചെയ്യണം. തന്റെ അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടപ്പെട്ടാൽ, തന്റേതല്ലാത്ത കാരണം കൊണ്ട് പണം നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം എന്നറിയില്ല, എവിടെ ചെന്ന് പറയണം എന്നറിയില്ല. ബാങ്കിൽ ചെല്ലുമ്പോൾ അവർ കൈമലർത്തും. അപ്പം അതിന് നമ്മുടെ സെൻട്രൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി മുതൽ ബാങ്കുകാർക്ക് അങ്ങനെ കൈമലർത്താൻ സാധിക്കില്ല. വ്യക്തമായി എങ്ങനെ എന്തുകൊണ്ട് പണം നഷ്ടപ്പെട്ടു എന്ന് പറയേണ്ടുന്ന ഒരു ഉത്തരവാദിത്തം ബാങ്കിന് വരുന്നു. സെൻട്രൽ ഗവൺമെന്റ് പുതുതായി പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ അല്ലെങ്കിൽ ഈ വിഷയമാണ് നമ്മൾ ഇന്ന് ഇക്കാര്യത്തിൽ താങ്കളുടെ ഒരു വിശകലനം എന്തൊക്കെയാണ്? നീതു, നമസ്കാരം. ഇത് നമ്മളെല്ലാവരും അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ്. നമ്മൾ കഴിഞ്ഞ കുറേ നാളുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡിജിറ്റൽ പേയ്മെൻറ്റ്, ഡിജിറ്റൽ ഇന്ത്യ ഒക്കെ വന്നതിന് ശേഷം ധാരാളം പേര് ഇന്ന് പ്രതിപക്ഷത്തിരിക്കുന്ന പലരും പറഞ്ഞ പോലെ ഇത് മീൻ കച്ചവടക്കാരൻ ഗൂഗിൾ പേ ചെയ്യുമോ, അല്ലെങ്കിൽ മലക്കറി കച്ചവടക്കാരൻ ഗൂഗിൾ പേ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിരുന്ന ഇന്ന് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ അല്ലെങ്കിൽ ഡിജിറ്റൽ പേയ്മെൻറ്റ് ചെയ്യാത്ത ആരുമില്ല. അപ്പോൾ എല്ലാവരുടെയിലും ഈ ആപ്പുണ്ട്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് ആർക്കാണ് ഈ പൈസ നഷ്ടപ്പെടുന്നത്? നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് നിരക്ഷരരായിട്ടുള്ളവർക്കാണ് ഈ പൈസ പോകുന്നത്, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി വലിയ ധാരണ ഇല്ലാത്തവർക്കാണ്. അവരെയൊന്നും അല്ല ഇവർ ലക്ഷ്യമിടുന്നത്. ഇവർ കാശുള്ളവരെ തന്നെയാണ് ലക്ഷ്യമിടുന്നത്. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, ഈ അടുത്ത കാലത്ത് നമ്മളെ ഞെട്ടിച്ച ഒരു കാര്യമുണ്ട്. ഒരു ഹൈക്കോടതി ജഡ്ജി, അദ്ദേഹത്തിന് ഏകദേശം 90 റിട്ടയേർഡ് ഹൈക്കോടതി ജഡ്ജി, ഇപ്പോഴുള്ള സർവീസിലുള്ളല്ല, റിട്ടയേർഡ് ഹൈക്കോടതി ജഡ്ജിയുടെ ഏകദേശം 90 ലക്ഷം രൂപ അടുപ്പിച്ച് പോയി എന്ന് വാർത്തകൾ വന്നു. അങ്ങനെ ധാരാളം പേരുടെ, ചെറിയ എമൗണ്ട് ഒന്നുമില്ല, 3.5 കോടി 4 കോടി. ഇതിനകത്ത് ഡോക്ടർമാർ, ഞാനൊരു 3-4 കഥ തന്നെ വായിച്ചു. കാരണം അവരുടെ കയ്യിൽ കാശുണ്ട്, പലപ്പോഴും മറ്റുള്ള കാര്യങ്ങളെപ്പറ്റി യാതൊരു ധാരണയില്ല. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ പരാതിപ്പെടുമ്പോൾ ബാങ്കിൽ വിളിച്ചാൽ അവർ കൈമലർത്തും, നിങ്ങളുടെ നെഗ്ലിജൻസ്, നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു എന്ന് അവർ പറയും. ഇതൊരു പരിധിവരെ ശരിയാണ്, ഞാൻ അതിനകത്ത് നിഷേധിക്കുന്നില്ല. അതുപോലെ തന്നെ പോലീസിനെ വിളിച്ചാൽ പറയും, ഇത് പലപ്പോഴും ഇന്ത്യക്ക് പുറത്തു നിന്നുള്ള ഫോൺ കോളുകളാണ്, ഇങ്ങനെ റൂട്ട് വരുന്നതാണ്, ഞങ്ങൾക്ക് വലുതായിട്ടൊന്നും ചെയ്യാൻ സാധ്യതയില്ല, അന്വേഷിക്കാമെന്ന് പറയും. ഒന്നും സംഭവിക്കാറില്ല. ഇതുവരെ എത്ര പേരുടെ പൈസ തിരിച്ചു കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറച്ച് പേർക്കേ കിട്ടിയിട്ടുള്ളൂ. ഇന്നിപ്പോൾ കേന്ദ്ര സർക്കാർ ഒരു നിയമം കൊണ്ടുവരികയാണ്. അതായത് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയാൻ ബാങ്കിനും ബാങ്ക് ഉദ്യോഗസ്ഥർക്കും ഉത്തരവാദിത്തമുണ്ട് എന്ന വലിയ ഒരു നിയമം. അതിൻ്റെ ഒരു ബേസിക് ലോജിക്ക് എന്താണ്? നമ്മുടെ ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പൈസ തട്ടുകയാണെങ്കിൽ അതെങ്ങനെ തട്ടുക? വേറൊരു അക്കൗണ്ടിൽ, ഞാൻ നേരിട്ടല്ലോ കാശ് കൊടുക്കണം, വേറൊരു അക്കൗണ്ടിൽ വഴിയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇത് പലപ്പോഴും ഇന്ത്യക്കകത്തോട്ടുള്ള അക്കൗണ്ടുകളിലോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, അല്ല പുറത്തുള്ള അക്കൗണ്ടുകളിലോട്ടല്ല. അപ്പം ചുരുക്കം പറഞ്ഞാൽ, നമ്മുടെ പഴയ ഡീറ്റെയിൽസ്, നമുക്ക് പണ്ട് ഫോണൊക്കെ എടുക്കാൻ വേണ്ടി നമ്മൾ മൊബൈൽ ഫോണൊക്കെ മാറി മാറി എടുക്കുമായിരുന്നല്ലോ, അല്ലെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യും. നമ്മൾ സാധാരണ കടകളിൽ, ചെറിയ ചെറിയ കടകളിൽ ഈ കൊണ്ടുപോകുന്ന നമ്മുടെ ആധാർ, നമ്മുടെ പാൻ കാർഡ്, ഇതൊക്കെ കൊണ്ട് കൊടുക്കാറുണ്ട്. ഫോട്ടോ, ഇതെല്ലാം കൊണ്ട് നമ്മൾ കൊടുക്കാറുണ്ട്. ഇവിടെ നിന്ന് പണ്ട് വേറെ ആളുകൾ കൊണ്ടുപോകുമായിരുന്നു. അതിന് പല റെസ്ട്രിക്ഷനും ഒക്കെ വന്നു. എങ്കിലും ഈ സാധനങ്ങളൊക്കെ മതി ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ. അപ്പോൾ ഒന്നുകിൽ ബാങ്കിൽ എവിടത്തെയോ ഇരിക്കുന്ന ബാങ്ക് ഉദ്യോഗസ്ഥൻ അതിനെ അനുവദിക്കുന്നു, അല്ലെങ്കിൽ ബാങ്കിൻ്റെ സിസ്റ്റം വളരെ ലൂസാണ്. ഇന്ന് തന്നെ അറിയാം, ഞാൻ ഇന്ന് ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ എനിക്ക് 2 മിനിറ്റ് മതി. ഓൺലൈനായിട്ട് ഒന്നും വേണ്ട, ഓൺലൈനായിട്ട് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാം. ഞാൻ എത്രയോ ബാങ്ക് അക്കൗണ്ടുകൾ ഓൺലൈനായിട്ട് തുടങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പം പറഞ്ഞു വരുന്നത്, ബാങ്ക് അറിയാതെ ഒരു പരിധി വരെ ഇത്തരം സംഭവങ്ങൾ നടക്കില്ല. അതുകൊണ്ട് ബാങ്കുകൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ഇതാണ് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം. 2, നമുക്കറിയാം എന്താണ് ഈ ഓൺലൈൻ തട്ടിപ്പുകൾ, ഓൺലൈൻ സ്കാംസ് എന്ന് പറയും. ഈ ഫോണിൽ വിളിച്ച് OTP ചോദിക്കും, അല്ലേ? ഫോണിൽ വിളിച്ച് OTP ചോദിച്ച് അത് കൂട്ടത്തോടെ വർദ്ധിച്ചതിന് ശേഷമാണ് ഈ കേന്ദ്ര സർക്കാർ പുതിയ മാർഗനിർദ്ദേശങ്ങൾ കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ എന്താണ് ഈ ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, ടെലികോം ഡിപ്പാർട്ട്മെൻറ്റ്, നമ്മുടെ ആഭ്യന്തര മന്ത്രാലയം, RBI, ഇത്തവണ ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഒരു ഏകീകൃത മേൽനോട്ട സംവിധാനം വരികയാണ്. നിയമ ഭേദഗതികളും വരികയാണ്. ഇതാണ് ആ പുതിയ സംഘം. ഇനി എപ്പോഴും ബാങ്കുകൾ പറഞ്ഞിരുന്നത് ഇത് നിങ്ങളുടെ നെഗ്ലിജൻസ് ആണ്, അതായത് നിങ്ങൾ അബദ്ധം കാണിച്ചത് കൊണ്ടാണ്. അപ്പം സർക്കാർ പറയുന്നത് ഇങ്ങനെ, അതായത് ഡയറക്റ്റായിട്ട് ഉപഭോക്താവിൻ്റെ പ്രശ്നമല്ല എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സംവിധാനത്തിലുള്ള ലൂപ്പ് ഹോൾ ആണെങ്കിൽ ഉപഭോക്താവിന്
7 ദിവസത്തിനകത്ത് പൈസ തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ തുക തിരിച്ചു നൽകണമെന്നുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശമാണ് വന്നിരിക്കുന്നത്. മാത്രമല്ല, ഏകദേശം 10 കോടി മൊബൈൽ ഫോൺ അക്കൗണ്ടുകൾ ഇപ്പോൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, സിം കാർഡുകൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല, വാട്സപ്പ് നമ്പറുകൾ, UPI ID എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്ക് അവിടെ നമ്മൾ ഈ ഗൂഗിൾ പേ, ഫോൺ പേയിലൊക്കെ ഉപയോഗിക്കുന്ന ID-യുടെ പേരാണ് UPI ID. ഇത് ബാങ്കുകളിലാണ് നൽകുന്നത്. ബാങ്ക് അക്കൗണ്ടുകൾ എന്നിവയുടെ ഫുൾ വാട്സപ്പ് നമ്പറുകൾ, UPI ID, ബാങ്ക് അക്കൗണ്ടുകൾ ഒക്കെ അടങ്ങുന്ന ഒരു ഫുൾ ഡേറ്റാബേസ് ഫ്രോഡ് ഇൻ്റലിജൻസ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന മോഷണ നിരീക്ഷണ സംവിധാനം കൊണ്ടുവരികയാണ്. അപ്പം മാത്രമല്ല, ഡിജിറ്റൽ ഇന്ത്യയുടെ ബിൽ, അതായത് നിയമങ്ങൾ, ഡിജിറ്റൽ ഇന്ത്യയുടെ നിയമങ്ങളും ടെലികോം നിയമങ്ങളും വളരെ ശക്തമാക്കുന്നു. വ്യാജ KYC കൊണ്ടുവരികയോ ആള് മാറി നിങ്ങൾ ആള് മാറി അക്കൗണ്ട് തുടങ്ങുകയോ ഫേക്ക് ID ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ വലിയ ശിക്ഷയാണ് വരുന്നത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ആധാറും എൻ്റെ പാനും കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ അക്കൗണ്ടാണ് തുടങ്ങുന്നത്, എൻ്റെ അറിവില്ലാതെ എൻ്റെ അക്കൗണ്ടാണ് തുടങ്ങുന്നത് എന്നുള്ളതാണ്. എവിടെയോ ഇന്ത്യയുടെ ഏതോ ഒരു ഭാഗത്ത് എൻ്റെ അക്കൗണ്ട് തുടങ്ങുന്നു, അതിനുള്ള ഡോക്യുമെൻറ്റ്സിലൊക്കെ നമ്മൾ തന്നെ മണ്ടത്തരം കാണിച്ച് പലർക്കും കൊടുക്കുന്നു. അപ്പോൾ ഇതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അപ്പോൾ ഈ OTP തട്ടിപ്പുകളായിരുന്നു ഏറ്റവും വലുത്. ഇപ്പോൾ എന്താ പ്രശ്നം അറിയോ? ഇപ്പോൾ ബാങ്ക് കോൾ സെൻ്റർ ആണെന്ന് പറയും, കൊറിയർ സർവീസ് ആണെന്ന് പറയും, അല്ലെങ്കിൽ വേറെ നമുക്ക് OTP തന്ന് ശീലമുള്ള പലരും ആണെന്ന് പറഞ്ഞിട്ട് വിളിക്കും. ഇതിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നത്? അവർക്ക് കാശ് കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ ഈ OTP പറഞ്ഞു കൊടുക്കാൻ പറയുമ്പോൾ പറഞ്ഞു കൊടുക്കും. ബാങ്ക് ആണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്, കൊറിയർ സർവീസ് ആണെന്ന് പറഞ്ഞിട്ടാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട, ഒരു കാരണവശാലും ബാങ്ക് ഉദ്യോഗസ്ഥരോ ഈ കൊറിയറുകാരോ നമ്മൾ എൻ്റർ ചെയ്യണം എന്നുള്ളതല്ലാതെ, അല്ലെങ്കിൽ നമുക്കൊരു കൊറിയർ ഡെലിവറി ചെയ്യുമ്പോൾ അവരുടെ ഫ്രണ്ടിൽ വെച്ച് കൊടുക്കണമെന്നല്ലാതെ വേറെ ആരും ഇങ്ങനെ OTP ചോദിക്കാറില്ല. ഇത് പലർക്കും നമുക്ക് ഈ പ്രായമായവരാണ് ഇതിനകത്ത് തട്ടിപ്പിൽ ഏറ്റവും അധികം വീണുപോകണം. അതിനേക്കാളും വേറൊരു വലിയ സംഭവമുണ്ട്, ഈ ഫേക്ക് സിം കാർഡുകളുടെ ദുരുപയോഗം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വ്യാജ KYC അല്ലേ, നമ്മുടെ ആധാറുണ്ട്, പാനുണ്ട്, ഇതൊക്കെ മതി ഒരു വേറൊരു എൻ്റെ സിം കളഞ്ഞു പോയി എന്ന്, പല സിം കേടായി എന്ന് പറഞ്ഞിട്ട് നമ്മൾ സർവീസ് പ്രൊവൈഡറെ ചെന്ന് കാണിച്ച് എൻ്റെ നമ്പറും പറയുകയാണെങ്കിൽ എൻ്റെ ഈ ഡോക്യുമെൻറ്റ്സ് അവരുടെ കയ്യിലുണ്ടെങ്കിൽ ഇത് കൊടുത്തിട്ട് എനിക്കൊരു പുതിയ സിം വേണമെന്ന് പറയും. അപ്പം അവരെന്താ വിചാരിക്കും, ഈ KYC ഉണ്ടെങ്കിൽ ഒരു പ്രയാസമില്ലാതെ എൻ്റെ സിം കാർഡ് അവർക്ക് കൊടുക്കും, പിന്നെ വരുന്ന OTP ഒക്കെ അവനാണ്, അല്ലെങ്കിൽ ഇമെയിൽ എല്ലാം അവന് വരും. അപ്പോൾ ഇതൊക്കെ സംഭവമുണ്ട്. അപ്പോൾ ഈ ബാങ്കുകൾക്ക് ഉത്തരവാദിത്തമില്ലാതെ പോകുന്നു എന്നൊരു വലിയ പ്രശ്നം. അപ്പോൾ ബാങ്ക് പറയുന്നത് എന്താ പറഞ്ഞാൽ, നിങ്ങൾ ഒരാൾക്ക് വേണ്ടി ഒരു അക്കൗണ്ട് തുടങ്ങുകയാണെങ്കിൽ അവനൊക്കെ നോ യുവർ കസ്റ്റമർ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അയാളുടെ ഡീറ്റെയിൽസ് അന്വേഷിക്കേണ്ടത് നിങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്തമാണ്. ഒരു തട്ടിപ്പുകാരൻ നിങ്ങളുടെ ബാങ്കിൽ വന്ന് അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവൻ്റെ യഥാർത്ഥ രേഖകളാണോ എന്ന് നോക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ഒരു പക്ഷേ ഇനിയിപ്പോൾ ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെ എളുപ്പത്തിൽ നടന്നെന്ന് വരില്ല. കസ്റ്റമറുടെ തെറ്റെന്ന് പറഞ്ഞിട്ടുള്ള നമ്പർ ഇനി അങ്ങോട്ട് നടക്കില്ല. അതാണ് എൻ്റെ പറഞ്ഞത്. ഇവർ സ്ഥിരം പറയുന്ന കസ്റ്റമറുടെ അബദ്ധം, കസ്റ്റമറുടെ തെറ്റ്, നിങ്ങൾ അത് കാണിച്ചു ഇത് കാണിച്ചു എന്നവരങ്ങ് പറയാണ്. നിങ്ങളെങ്ങനെ പ്രൂവ് ചെയ്യും? ഇപ്പോൾ ആളുകൾ പെട്ടുപോയി. ഇപ്പോൾ സംഘടിതമായ കുറ്റകൃത്യങ്ങളോ നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, പല ടെലഗ്രാം ഗ്രൂപ്പുകൾ, ഈ മ്യൂൾ അക്കൗണ്ട് എന്ന് പറയും. മ്യൂൾ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞാണ് ഈ MULE മ്യൂൾ അക്കൗണ്ട് എന്ന് പറയും. ബോട്ട് സർവീസുകൾ, നമ്മുടെ OTP കണ്ടുപിടിക്കും. ഇങ്ങനെ നമ്മൾ വിചാരിക്കാത്ത ഒരുപാട് പ്രശ്നമുണ്ട്. നമ്മളിപ്പം ഇത് പ്രോഗ്രാം ചെയ്യുന്ന ആളുകൾ അബദ്ധപ്പെടാതിരിക്കാൻ വേറൊരു പുതിയ സംഭവം വന്നിട്ടുണ്ട്, കോൾ മെർജിങ് സ്കാം എന്ന് പറയും. എന്താണത്? ബാങ്കിൽ നിന്നാണെന്ന് പറഞ്ഞ് വിളിക്കും, അല്ലെങ്കിൽ കൊറിയർ സർവീസ് ആണെന്ന് പറഞ്ഞ് വിളിക്കും. വെരിഫിക്കേഷൻ വേണം, വേറൊരു കോളും കൂടെ മെർജ് ചെയ്തോട്ടെ എന്ന് ചോദിക്കും, അതായത് കോൾ കോൺഫറൻസിൽ ഇട്ടോട്ടെ എന്ന് ചോദിക്കും. നമ്മളതൊന്നിട്ട് ഒന്നും പറയില്ല. അപ്പം നമ്മൾ വരുന്ന OTP നമ്മൾ അവന് പറഞ്ഞു കൊടുക്കണം. അവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറൊരാൾ ഈ OTP കേൾക്കുകയാണ്. അവൻ ബാക്കി എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് ഈ കോൾ വിളിക്കുന്നത്. അപ്പം നമ്മുടെ OTP പറഞ്ഞ് നമ്മൾ ഫോൺ കട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ബാങ്കിലെ കാശ് പോകും. അപ്പോൾ അതാണ് അതിൻ്റെ അടുത്തത് വാട്സപ്പ് വഴി, SMS വഴി ഫിഷിംഗ് എന്ന് പറയും. എന്താണത്? നിങ്ങളുടെ KYC തീർന്നുപോയി. ബാങ്കിലെ KYC 6 മാസത്തിലൊരിക്കലൊക്കെ പുതുക്കണമല്ലോ, അല്ലെങ്കിൽ 1 വർഷത്തിലൊരിക്കൽ പുതുക്കണം. KYC എക്സ്പയർഡ്. നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഒരു അബദ്ധം വന്ന് റീഫണ്ട് വരാനുണ്ട്. അത് അവിടെ ട്രാൻസ്ഫർ ആയില്ല, നിങ്ങൾ നടത്തിയ ഒരു ട്രാൻസാക്ഷൻ ട്രാൻസ്ഫർ ആയില്ല, നിങ്ങൾക്ക് റീഫണ്ട് കിട്ടാനുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മുടെ മലയാളി വീഴും. മലയാളി അല്ല, എല്ലാവരും വീഴും. പൊതുവെ ഇന്ത്യക്കാർ വീഴുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇനി അപ്പോൾ അവർ പറയാം, ഒരു ലിങ്ക് അയച്ചു തരാം, ഇതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് റീഫണ്ട് കിട്ടും, KYC അപ്ഡേറ്റ് ചെയ്യാം. ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ പണി എപ്പോൾ കഴിഞ്ഞെന്ന് ചോദിച്ചാൽ
ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു സ്പൈവെയർ എന്ന് പറയും. സ്പൈവെയർ എന്ന് പറയുന്ന സാധനം ഡൗൺലോഡ് ചെയ്യും. നിങ്ങളുടെ ഫോണിലുള്ള സകല ഇൻഫർമേഷനും അവർക്ക് കിട്ടും. ഇത് നേരിട്ട് സംഭവിച്ച് കാണിച്ചിട്ടുണ്ട് നമ്മുടെ ആളുകൾ പലരും. അപ്പോൾ വേറൊരു ലോഗിൻ ഐ ഡി തരും, അല്ലെങ്കിൽ നമ്മുടെ അതായത് ബാങ്കിൻ്റെ ആണെന്ന് തോന്നിക്കുന്ന വിധത്തിൽ ഒരു സാധനത്തിനകത്ത് എല്ലാം എൻ്റർ ചെയ്യാൻ പെടും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പരിചയമില്ലാത്ത ഒരു ലിങ്കും ക്ലിക്ക് ചെയ്യരുത്. നിങ്ങളെ പറ്റിക്കുന്നതിൽ അവർ വിദഗ്ധരാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്കിൻ്റെ ലോഗിൻ ഐ ഡി അല്ലെ പേജ് ആണെന്ന് കാണുമ്പോൾ അതേപോലെ ഒരെണ്ണം ഉണ്ടാക്കാനൊന്നും ഒരു പാടുമില്ല. അപ്പോൾ അതാണ് അടുത്ത യു പി ഐ റീഫണ്ട് തട്ടിപ്പെന്ന് പറയും. അതായത് റീഫണ്ട് കിട്ടാനാണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വിളിക്കും. പലർക്കും അറിഞ്ഞുള്ളൊരു കാര്യം, ഈ യു പി ഐയിൽ പൈസ കളക്ട് ചെയ്യാനും ലിങ്ക് അയക്കാം. പൈസ കളക്ട് ചെയ്യാനും റിസീവ് മണി എന്ന് പറഞ്ഞ് ലിങ്ക് അയക്കാം. നമുക്ക് റീഫണ്ട് ആണെന്ന് പറഞ്ഞിട്ടാണ് അവൻ നമുക്ക് അയക്കുന്നത്, നമ്മുടെ കയ്യിൽ നിന്ന് പൈസ കൊടുക്കാനുള്ള ലിങ്ക് അയക്കുന്നത്. ഇത് പെട്ടെന്ന് കാഷ്വലായിട്ട് ഈ സംസാരമാണല്ലോ, വിശ്വാസമാണല്ലോ. ഇവർ എന്തിനാണ് മുതലെടുക്കണേ? എന്നെ സംസാരിച്ച് വിശ്വസിപ്പിക്കുന്നതിലാണ് ഇവരുടെ കഴിവ്. ഞാൻ ഒരുമാതിരി കളിയൊക്കെ അറിയാവുന്നതാണ്. എന്നെ പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഞാൻ പലപ്പോഴും ഈ നേവിക്കാരുടെയൊക്കെ ഡോക്ടറാണ്. എന്ന് വെച്ചാൽ ഇവരൊക്കെ ഈ രഹസ്യമായിട്ട് അവർക്ക് പുറത്ത് പറയാൻ പറ്റാത്ത, അല്ലെങ്കിൽ അവർക്ക് ചെറിയ പ്രശ്നം, ഇവരുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനൊക്കെ വേണ്ടി ഇവർ ചിലപ്പോൾ രഹസ്യമായിട്ടൊക്കെ വരും. അവിടെ കൊടുത്താൽ അവർക്ക് പ്രശ്നമാകുന്നുണ്ട്. ഇവരെന്താ ചെയ്യണമെന്നറിയോ? അപ്പോൾ എൻ്റെ അടുത്ത് വരുന്നവനെ ചികിത്സിച്ച് വിടുക എന്നെ ജോലി. ഇതുപോലെ നേവിക്കാരാണ് അവരുടെ റെഗുലർ ഓഫീസർ ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് ഒരു 20 പേർക്ക് ഒരു മെഡിക്കൽ ചെയ്ത് കൊടുക്കുന്ന ഒരു എമർജൻസിയാണ്. അവരുടെ നേവൽ ഓഫീസർ എന്ന് വെച്ചാൽ ഈ ഡൈവിങ്ങിനൊക്കെ പലപ്പോഴും END ക്ലിയറൻസ് വേണം. ഇത് ചെയ്തു കൊടുക്കാനാണെന്ന് വിളിച്ച് ഞാൻ ഓൾമോസ്റ്റ് പെട്ടു. അവൻ വേറൊരു ക്യാമറയിൽ ഇത് കാണിച്ചുകൊണ്ടാണ് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ക്രെഡിറ്റ് കാർഡ് നമ്പർ എൻ്റർ ചെയ്യാൻ പറഞ്ഞത് കൊണ്ടാണ്. എന്ന് വെച്ചാൽ എനിക്ക് കാശ് തരാൻ വേണ്ടിയാണെന്നാണ് പറയണത്. ഈ 20 പേരുടെ കാശ് എനിക്ക് തരാൻ വേണ്ടിയാണെന്ന് പറഞ്ഞിട്ടാണ് നെഗോഷിയേറ്റ് ചെയ്ത് കാശ് നേരത്തെ എൻ്റെ ഒറിജിനൽ കൺസൾട്ടേഷൻ ഫീന്ന് കുറച്ച് എത്ര ബാച്ചല്ലേ. അപ്പം ഞാൻ വിചാരിച്ച നേവി അല്ലേ, പോട്ട് നമ്മൾ ഇനിയിപ്പോൾ അതിനകത്ത് കടമ്പെടുക്കും. അപ്പം അങ്ങനെയാണ് പറ്റിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഞാൻ പറഞ്ഞില്ല, അത്യാവശ്യം എല്ലാ കളിയും അറിയുന്ന എനിക്കിട്ട് പോലും ഞാൻ ഓൾമോസ്റ്റ് അതിൻ്റെ അവസാനം വരെ എത്തി. പിന്നെ പ്രശ്നം മുന്നോട്ട് പോയില്ല. എന്നെ ഒരു ദിവസം 3 or 4 പേര് വിളിക്കാറുണ്ട്. ഈ 3 or 4 കോളുകൾ വരാറുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ ഇത് ഡോക്ടർമാർക്കൊക്കെ സ്ഥിരമാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ റീഫണ്ട് ആണെന്ന് പറഞ്ഞ് നമ്മൾ പെട്ടുപോകരുത്. അതുപോലെ തന്നെ സ്ക്രീൻ ഷെയറിംഗ് സോഫ്റ്റ്വെയർസ് ആരെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞാൽ ഒരിക്കലും ചെയ്യില്ല. ലൈക്ക് നമ്മുടെ AnyDesk എന്ന് പറയുന്ന സാധനം, സ്ക്രീൻ ഷെയറിംഗ് ആപ്പുകളുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നിങ്ങളൊരു കോഡും കൂടെ അടിച്ചു കൊടുത്ത് അവൻ പറയുന്ന കോഡ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ കമ്പ്യൂട്ടർ അവന് കൺട്രോൾ ചെയ്യാം. എൻ്റെ കമ്പ്യൂട്ടർ ശരിയാക്കാൻ വേണ്ടി എൻ്റെ ടെക്നീഷ്യൻ പലപ്പോഴും അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ പരിചയമില്ലാത്ത ഒരാൾ നമ്മളോട് ഇത് ഈ AnyDesk-ഓ അല്ലെങ്കിൽ ഇങ്ങനത്തെ സംവിധാനം സ്ക്രീൻ ഷെയറിംഗ് ആപ്പുകൾ എന്നൊക്കെ പറയണം ഉണ്ട്. അപ്പോൾ അത് ചെയ്യാൻ പറഞ്ഞാൽ ഒരു കാരണവശാലും ചെയ്യരുത്. അതുപോലെ തന്നെ ഈ സിം സ്വാപ്പ് സ്കാം എന്ന് പറഞ്ഞൊരു പരിപാടി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ വ്യാജരേഖകൾ വെച്ച് നിങ്ങളുടെ സിം വേറെ സിമ്മിലോട്ട് മാറ്റും. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ വലിയ 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 പ്രശ്നങ്ങളാണ്. അപ്പോൾ അതാണ് സർക്കാർ പറഞ്ഞത്, നിങ്ങൾ കസ്റ്റമറിൻ്റെ ഫോൾട്ട് അല്ലെങ്കിൽ ബാക്കി എന്ത് ഫോൾട്ട് ആയാലും ശരി, കസ്റ്റമറിൻ്റെ ഫോൾട്ട് അല്ലെങ്കിൽ 7 ദിവസത്തിനകത്ത് കാശ് തിരിച്ചു കൊടുക്കണം. പിന്നെ ഇങ്ങനത്തെ എന്തെങ്കിലും നമ്പറുകൾ ആരെങ്കിലും കംപ്ലൈൻറ്റ് ചെയ്ത് ആ നമ്പറുകൾ UPI ID അക്കൗണ്ടുകൾ റിയൽ ടൈം ട്രാക്ക് ചെയ്യാൻ ഇന്ന് പ്ലാറ്റ്ഫോം വരികയാണ്, അതുവഴി ട്രാക്ക് ചെയ്യണം. നേരത്തെ പറഞ്ഞ പോലെ 10 കോടിയോളം നമ്പറുകൾ, മൊബൈൽ നമ്പറുകൾ ബ്ലോക്ക് ചെയ്തു. അപ്പം നമുക്ക് അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറയാം. എന്താണ് ജനം സൂക്ഷിക്കേണ്ടത്? ഒന്ന്, OTP ഒരാളോടും പങ്കിടരുത്. ഒരു ബാങ്ക് ജീവനക്കാരനല്ല, സ്വന്തം അച്ഛനാണെന്ന് പറഞ്ഞാൽ പോലും ചെയ്യരുത്. ഇതാണ് എൻ്റെ ആദ്യത്തെ പരിപാടി. പ്രായമുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളെ പറ്റിക്കാൻ കുറച്ചും കൂടെ എളുപ്പമാണ്. ഒരു കാരണവശാലും ഒരു കോള് മെർജ് ചെയ്യാൻ പറയരുത്. വേറൊരാളെ കൂടെ കോൺഫറൻസിൽ എടുക്കരുത്. ഇങ്ങനത്തെ സാമ്പത്തിക കാര്യങ്ങൾ ഒരിക്കലും ചെയ്യരുത്. നേരത്തെ പറഞ്ഞ പോലെ AnyDesk പോലത്തെ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യരുത്. അപ്പം അതുപോലെ തന്നെ കോളേഴ്സിന് നമുക്ക് സംശയം ഉണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് നമ്മുടെ ബാങ്കിലോട്ട് നമ്മൾ വിളിച്ചോളാം എന്ന് പറയുക. മിക്കവാറും അതുകൊണ്ട് തന്നെ അവർ നിർത്തും. ഞാൻ അങ്ങനെ പലപ്പോഴും പറയട്ടെ, നിങ്ങൾ ഇന്നതാണെന്നല്ലേ പറഞ്ഞത്. 3-4 വട്ടം ജെനുവിനായിരുന്നു. എനിക്ക് ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യാനുള്ള സാധനം ഇത് ചെയ്യാൻ പറഞ്ഞപ്പോൾ എനിക്ക് സംശയം തോന്നി. ഞാൻ എൻ്റെ ബാങ്ക് വഴി വിളിച്ചപ്പോൾ അത് സത്യമായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ നമ്മൾ ചെക്ക് ചെയ്യാന്നുള്ളത് നമ്മുടെ ജോലിയാണ്, നമ്മുടെ ഡോക്യുമെന്റ്സ് കൊടുക്കുമ്പോൾ. അതുപോലെ തന്നെ ഒരു കാരണവശാലും ലിങ്കുകൾ ക്ലിക്ക് ചെയ്യല്ലേ. അതായത് പൈസ കിട്ടാനാണ്, KYC അപ്ലോഡ് ചെയ്യാനാണെന്ന് പറഞ്ഞ ഒരു ലിങ്ക് ഒരു കാരണവശാലും ക്ലിക്ക് ചെയ്യരുത്. നിങ്ങൾക്ക് ഇമെയിൽ വരുന്നത് സൂക്ഷിച്ച് ചെയ്യാം. അതുപോലെ തന്നെ പലപ്പോഴും നമ്മുടെ ബാങ്കുകൾ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്, നമ്മളാരും ശ്രദ്ധിക്കാതെ പോകുന്നത്. നമുക്ക് SMS വരും, ഇമെയിൽ അലർട്ട് വരും. നിങ്ങളുടെ ബാങ്കിൽ നിന്ന്
ഇന്നയാൾ നിങ്ങളുടേതിന് വേണ്ടി ഒരു ഇത് ആഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ ഇന്ന സാധനം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കണ്ട ഉടൻ സംശയം നിങ്ങളല്ല ചെയ്തതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പൈസ 1000 രൂപ വിഡ്രോ ചെയ്തിട്ടുണ്ട്, പിന്നെ 20,000 രൂപ വിഡ്രോ ചെയ്തിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്ന പൈസ വിഡ്രോ ചെയ്ത് തുടങ്ങിയ പടപടപടയെന്ന് വിഡ്രോ ചെയ്തോളെ. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ബാങ്കിനെ വിളിക്കണം. അതുകൊണ്ട് നിങ്ങളുടെ ബാങ്ക്, അപ്പോൾ പിന്നെ ബാങ്ക് നമ്പർ തപ്പാനൊന്നും സമയം കിട്ടൂല. അതുകൊണ്ട് ഏത് ബാങ്കിൽ എപ്പോൾ വിളിക്കണം, അതിൻ്റെ നമ്പർ ഏതെന്നുള്ളത് കൃത്യമായ ധാരണയോടുകൂടി നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്യണം. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ പലപ്പോഴും നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ടാണ് പൈസ പോകുന്നത്. പക്ഷേ ഇന്നിപ്പോൾ സർക്കാർ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ഒറിജിനൽ മിസ്റ്റേക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടൂല പൈസ. അല്ലാത്ത തട്ടിപ്പുകൾ, ബാങ്കിന് എന്തെങ്കിലും ഫോൾട്ട് സംഭവിച്ചിട്ടുണ്ടാക്കി നിങ്ങളുടെ കാശ് തിരിച്ചു കിട്ടും. ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുക. വല്ലാത്ത രീതിയിൽ കോടിക്കണക്കിന് രൂപയാണ് തട്ടിച്ചുകൊണ്ട് പോണത്. ശ്രദ്ധിച്ചിരുന്നാൽ നിങ്ങൾക്ക് കൊള്ളാം. അപ്പോൾ ഇതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇന്നത്തെ പത്രങ്ങളിൽ അതിനകത്ത് വാർത്ത വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു നല്ല തുടക്കമായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വ്യക്തമാണ്. ഒപ്പം ഒന്ന് നമ്മുടെ കയ്യിലുള്ള പണം പോവാതെ കുറച്ചുകൂടെ ജാഗ്രത പാലിക്കുക എന്നുള്ളതും, മറ്റൊന്ന് ധൈര്യമായിട്ട് ഇനി ഇത്തരത്തിൽ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായാൽ ബാങ്കിലേക്ക് ചെല്ലുക എന്നുള്ളതുമാണ്. താങ്ക് യു സാർ, വ്യക്തമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.